അയ്യോ എന്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? സുഗത, നമ്മുടെ ഓഫീസിൽ ഒരു കഷ്ടകാലം വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അനുഭവിക്കണ്ടേ, അല്ലാതെ പിന്നെ എന്താ? ഓ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എത്ര പെട്ടെന്ന് ആ ജീവിതത്തിൽ നിന്ന് സന്തോഷമൊക്കെ പടയേന്ന് പറഞ്ഞു പോണത്. അല്ലേ, മന്ത്രി വിചാരിച്ച പറ്റും നടക്കുവോ? മന്ത്രി വിചാരിച്ച എന്ത് നടക്കും? ആ മന്ത്രിയല്ലേ ഇപ്പൊ ഈ മാരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിപ്പോ ഉത്തരവ് വന്നു, ഇനി എന്തായാലും ഇത് വരും, മാറ്റാൻ പറ്റില്ല. എന്റെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ സാറ് എനിക്ക് ആകെ പിടികിട്ടാവുന്നത്. ഇനി അവര് നാളെ തൊട്ട് ആരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, കുളിപ്പിക്കണം. എന്റെ ഭർത്താവാണെങ്കിൽ ഒന്നും ചെയ്യത്തൂല്ല. തന്നെ സാറേ എന്റെ പ്രശ്നം. 5 പശുക്കളെ വീട്ടിലെ 5 കാലത്തെണീറ്റ് കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡിയായി വരാൻ 10 മിനിറ്റ് ഉള്ളിൽ പറ്റുമോ? 10 മിനിറ്റ് ഉള്ളിൽ നടക്കില്ല. പശുവിനൊക്കെ വിൽക്കേണ്ടി വരുന്നതാണ്. സുഗതാ, തളരരുത്, വിടരുത്, നമ്മൾ പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞേ, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. ആ, എന്നിട്ട് നമുക്ക് നേരെ ആശുപത്രി പോവാം, കുഞ്ഞിനെയും തള്ളയും കാണാം, വീട്ടിൽ പോവാം. അതല്ല, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കണം. ശരി. അയ്യോ, അറിയിക്കണ്ട സാറേ, സംഭവം നടക്കുന്നവരെ അറിയിക്കണ്ട. അതുവരെ ഒരു സമാധാനമായിട്ടിരുന്നോട്ടെ. എന്ത് പറ്റാനാ? എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യല്ലോ. സാറേ, എന്താ പറ്റിയെന്ന? എന്താ പറ്റിയേ? എന്ത് നിങ്ങൾ മിണ്ടാതിരിക്കണം, ആരെങ്കിലും ഒന്ന് പറയേ. പിന്നെന്താ, സുഗത സാറിന്റെ റിസൾട്ട് വന്നോ? ക്യാൻസർ ആണോ? ഇല്ലാത്ത പറയല്ലേ, അതൊന്നുമല്ല, അതിന് വലിയ കാര്യം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും എന്താ കാര്യമെന്ന്. ഇനിയിപ്പോ എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? അങ്ങോട്ട് പറയാ, അതാ നല്ലത്. എന്തായാലും അറിയണ്ടേ? സാറ് പറഞ്ഞു. മണ്ടൊരു കാര്യം ചെയ്യും, അവിടെ ഇരിക്കൂ. സാറ് പറഞ്ഞോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് നിന്നിട്ട് കേൾക്കേണ്ട കാര്യമല്ല, അവിടെ ഇരിക്കൂ. സാറ് പറയുന്ന കാര്യങ്ങള് വളരെ ശ്രദ്ധയോടുകൂടി സംയമനത്തോടുകൂടി കേൾക്കണം. അതെ, എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യരുത്. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാ, നാളെ മുതൽ നമ്മുടെ ഓഫീസിൽ പഞ്ചിങ് മെഷീൻ വെക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ഓഫീസിൽ വന്നതുപോലെ തോന്നിയ സമയത്ത് വരാനോ തോന്നിയ സമയത്ത് നമുക്ക് ഓഫീസിൽ നിന്ന് പോകാനോ ഇനി മുതൽ പറ്റില്ല. ഇനി 10 മണിക്ക് നമ്മൾ എത്തണം. 10 മണിക്ക് എത്തിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഇതിനകത്ത് നമ്മുടെ വിരലടയാളം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ വന്നു എന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ 5 മണിക്ക് തിരിച്ചു പോകുന്ന സമയത്തും ഇതിനകത്ത് പോയിട്ട് വിരലടയാളം കൊടുക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തെ ശമ്പളം കിട്ടൂ. ഇനി എങ്ങാനും നമ്മൾ വരാൻ 10 മണി എന്നുള്ളത് 1 മിനിറ്റ് അധികം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പോയി, അന്നത്തെ ദിവസം ശമ്പളേ പോയി. ഈ വിവരം അറിഞ്ഞത് മുതൽ ലില്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു കഴിഞ്ഞു, ഒരു രക്ഷയില്ല. മണ്ടു, ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? സാറ്, ഞാനിത് എങ്ങനെ സഹിക്കും സാറ്? രാവിലെ എന്തൊക്കെ പണി കഴിഞ്ഞിട്ടാണെന്നറിയാമോ ഞാൻ വരണത്? ഞാൻ 100 ഓടിയിട്ടാണ് സാറേ ഇപ്പൊ 11:30 ഇവിടെ എത്തണത്. 10 മണിക്ക് വരണമെങ്കിൽ ഞാൻ എങ്ങനെ വരേ?
മണ്ടുവേ വരാണ്. ദാ ആ വെള്ളം കളഞ്ഞപ്പോ സമാധാനായി. ശരി മണ്ടുവേ വരാണേ. മണ്ടുവേ നീ ഒന്ന് ഇറങ്ങണണ്ട, ഞാൻ പോവാട്ടാ, നീ പറഞ്ഞെങ്കിൽ വന്നാ. വന്ന് നിങ്ങളിവിടെ പകുതി പണി ചെയ്യാണ്ടാണ് ഇറങ്ങിക്കണേ. മണ്ടുവേ ഓ ചോറെടുക്കാണെന്ന് അവിടെ പോയി നിൽക്കുമ്പോ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോയെന്താ? എന്റെ മണ്ടു നീ അവിടെ എന്തെടുക്കാണ്? അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. എന്റെ മണ്ടു നീ വരണണ്ട. താക്കോലെങ്കിലും ഒന്നും എടുത്ത് കൈ പിടിക്കാൻ പാടില്ല. ഇനിയിപ്പോ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ഇന്ന് ലീവായിരിക്കും. ദേഷ്യം വരൂട്ടാ. നീ കളിച്ച് കളിച്ച് നിക്ക്. കളിക്കല്ല പൂട്ടണ്ടേ ഇത്. 3 സിഗ്നൽ ഒരു ബ്ലോക്കും കഴിഞ്ഞ് എത്തുമ്പോഴേക്കും പഞ്ചിങ് ടൈം കഴിയും. പോവാ. നിന്നെ ഓഫീസിൽ ഇട്ടിട്ടാണ് എനിക്ക് പോവാൻ. ശീതളമ്മാവൻ ഇത് നമ്മുടെ വകയിലൊരു അമ്മാവനാണ്, പക്ഷെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഓ അവിടെയാണ് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ. ഓ അതല്ല ഞാൻ തന്നെ പറഞ്ഞു രാവിലെ ഇങ്ങനെ. പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലേ? നല്ല തിരക്കിലാണ്. രണ്ടാളെയും കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പോ ഞാൻ വന്ന കാര്യം എന്താ അറിയോ? അല്ല കല്യാണല്ലേ എങ്ങനെയുണ്ട്? അതിപ്പോ കല്യാണത്തിന് 2 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തുമല്ലോ. അത് പിന്നെ എനിക്കറിയാലോ. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഇപ്പൊ എങ്ങനെയുണ്ട്? അതാണ് ഈ ബന്ധം. അപ്പൊ ഞാൻ തന്നെ നേരിട്ട് വരണം എന്ന് എനിക്ക് എന്റെ ഒരു മോഹം. ഡേറ്റ് ഏതാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങോട്ട് എത്തിക്കോളാലോ. അമ്മാവനെ ഇതുവരെ നടത്തുന്നത് വരെ നിനക്ക് വിഷമമുള്ള കാര്യാന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്റെ ഉത്തരവാദിത്തം കടമ അത് ഞാൻ ചെയ്യണ്ടേ? അല്ലാതെ വേണ്ടേ? വേണം. അതിപ്പോ കണ്ടോ നിങ്ങളുടെ മുഖത്തേക്ക് നോക്ക്. നീ എവിടെയും ചോദിക്കണ്ട, ഭാസ്കരനാ നിൽക്കണത്. ഭാസ്കരനാത് ഞങ്ങള് ഓഫീസിലേക്ക് പോലെ ഒരു തിരക്കിലാണ്. അറിയാലോ. ഞാൻ അങ്ങോട്ട് വരാ, കാര്യം അങ്ങോട്ട് പറയാ, പെട്ടെന്ന് അങ്ങോട്ട്. പിന്നെന്താ ജ്ഞാനം പറയാന്ന് പറഞ്ഞ അത് അതിന്റെ ചിട്ടവട്ടത്തോടു കൂടെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോ മാത്രമേ അമ്മാവിന് ചെറിയൊരു ബുദ്ധിമുട്ട് മുട്ടുകാലില്. കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നീ കയറി ഇരിക്കണ, അത് അന്യ വീടൊന്നും അല്ലാതെ ഇവിടെ ഇരിക്ക്. ഭാസ്കരന്റെ വീടാ. എന്താ ഇരിക്ക്, നിങ്ങൾ ഇരിക്ക്. എന്തിനാടാ നീ ഈ കങ്കാരുവിന്റെ ഈ ഭാരം ഏറ്റി നിക്കണത്? ഇരിക്കണ ഇവിടെ വെക്കാത്. എവിടെ ഞാൻ ഇപ്പൊ ഇരിക്കണത്? എന്റെ ഭാസ്കരന്റെ വീട്ടിലാ ഞാൻ ഇരിക്കണം. ഇത്ര കാലായി ഇവിടെ വന്നിട്ട്. കാര്യങ്ങളിലേക്ക് കടക്കാലോ. സംഭവം ഞാനിപ്പോ അവിടുന്ന് ഒരു 6 മണിക്ക് പുറപ്പെട്ട ഒരാളാ. അവിടുന്ന് ബോട്ട് കയറി, അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിച്ച്. ബോട്ടിന്റെ കാര്യം പറയാനുണ്ടോ? അവിടെ ആ മറ്റേ കാർത്തിയായനി ബോട്ട് ഉണ്ടല്ലോ, ഈ കാർത്തിയായനി ബോട്ട് അവിടെ ഏകദേശം ഒരു 6:15 വരണതാ. നിമോഷ ഏതാ? ഈ കാർത്തിയായനി ബോട്ട് വിശ്വൻചേട്ടൻ മേടിച്ചിട്ട് പേര് മാറ്റിയല്ല, അപ്പൊ ഇപ്പൊ നിമോഷാണത്. അപ്പൊ ഇവ വാങ്ങിയോ? അത് വിശ്വൻചേട്ടൻ വാങ്ങിയത്. എടാ മന്മതാ, ഇപ്പൊ ഈ കാർത്തിയായനി ബോട്ട് നമ്മുടെ ഇവൻ വിശ്വൻ വാങ്ങിയത്രേ. വിശ്വൻ അറിയില്ലേ? പറയേ അറിയില്ല. എടാ വിശ്വൻ എന്ന് പറഞ്ഞ വിശ്വൻ ചെറിയച്ഛന്റെ മകളുടെ കല്യാണം കഴിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മുടെ അല്ല തെറ്റില്ലോ ഗോപാലന്റെ മകളെ കല്യാണം കഴിച്ച അല്ലടാ, എന്നെയും തെറ്റിക്കുകയാണല്ലോ. വിശ്വൻ ഉണ്ടല്ലോ, വിശ്വൻ എന്ന് പറയണത് ചെറിയച്ഛൻ ഗോപാലൻ ചെറിയച്ഛന്റെ മകളെ കല്യാണം കഴിച്ച ആളാ. അപ്പൊ അവൻ വാങ്ങി ബോട്ട് ഇപ്പൊ അവൻ വാങ്ങി. എന്തായാലും ഇപ്പൊ ആര് വാങ്ങിയിട്ട് എന്താ കാര്യം? നേരത്തിനെത്തണ്ടേ? അമ്മാവനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ പോലെ കല്യാണ കാര്യം ഞാനങ്ങ് എത്തില്ലേ അമ്മാവ. അമ്മാവൻ വന്നു, കല്യാണം പറഞ്ഞു, ഞങ്ങള് സ്വീകരിച്ചു. ഞങ്ങള് ശനി ഞായർ 2 ദിവസം ഉണ്ടല്ലോ, ഞങ്ങളങ്ങ് എത്തും. അതൊന്നും നടക്കില്ല.
വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ രണ്ടാളും അവിടെ ഉണ്ടാവണം. വരാം. വെള്ളിയാഴ്ച മുതല് ശനി ഞായറിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിക്കണത് നീയാ. നീ തീരുമാനിക്കണത് ഭാസ്കരൻ തീരുമാനിക്കണ മാതിരി എനിക്ക് ഇന്നെല്ലാം തീരുമാനം. അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. കല്യാണം അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അതൊക്കെ പോട്ടെ. അതെ, കുടിക്കാൻ ചായയോ കാപ്പി എന്തെങ്കിലും വേണ്ട, മധുരടണ്ട. ഞാൻ മറുമായത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ്. മറുമായത്തിലെ സുഗതൻ, മണീശ്വരനോ. പ്രിയമുള്ളവരെ, 15 വർഷമായി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാസ്യ പരിപാടിയാണ് മറിമായം. മറിമായം ആദ്യം എപ്പിസോഡ് മുതൽ അവസാനം ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡ് വരെ ഫ്രീ ആയി നിങ്ങൾക്ക് കാണാം മനോരമ മാക്സിലൂടെ. ഇന്ന് തന്നെ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്യൂ, മറിമായം കാണും.